സങ്കീർത്തനം 127. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തിങ്കൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവന് ലജ്ജിക്കേണ്ടി വരുന്നില്ല. ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ, എന്നെ സംബന്ധിച്ച് ഈ നിമിഷം വളരെ സന്തോഷപ്രദമായ ഒരു നിമിഷമാണ്. ഞാൻ ആലപ്പുഴ രൂപതയിൽ നിന്ന് വൈദികനാണ്. IMSൻ്റെ അടുത്തുള്ള ഒരു ഇടവക പള്ളിയിലെ കൊച്ചച്ഛനാണ്. അച്ഛനായിട്ട് ഒരു 5 മാസക്കാലമേ ആയിട്ടുള്ളൂ. എന്നെ സംബന്ധിച്ച് ഈ ഇടം വളരെ പ്രധാനപ്പെട്ട ഒരിടം തന്നെയാണ്. കാരണം ഞാൻ കുട്ടിയായിരുന്ന സമയത്ത് ഒരുപാട് പ്രാവശ്യം ഈ ഇടത്ത് വന്നിട്ടുണ്ട്. അമ്മയുടെ കൈ പിടിച്ച് ഒരുപാട് പ്രാവശ്യം ഇവിടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ദൈവാനുഗ്രഹവുമൊക്കെ ലഭിച്ച ഒരു മണ്ണിൽ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നുന്നു. ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നതെന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനവുമാണ്. ഒരു കുടുംബത്തിൽ ജീവിക്കുന്നവരാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമെന്ന് എനിക്ക് വ്യക്തമായി അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ എന്നേക്കാൾ ഒരുപാട് അനുഭവവും ഒരുപാട് കാര്യങ്ങളും കുടുംബത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാം. എന്നിരുന്നാൽ തന്നെയും ഈ സമയം കുടുംബജീവിതത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ആധികാരികമായി തന്നെ ഈ വിഷയത്തെ കൈകാര്യം ചെയ്യേണ്ടതുമാണ്. ഞാൻ വായിച്ചത് 127 സങ്കീർത്തനമാണ്. ഇതിൻ്റെ ആദ്യ ഭാഗത്ത് പറയുന്നത്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥമാണ്. എൻ്റെയും നിങ്ങളുടെയും കുടുംബജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാളിച്ച ഏതാണെന്ന് ചോദിച്ചാൽ, ഭവനം പണിയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ കർത്താവല്ല. വീട് പണിയുവാനായിട്ട് നമ്മൾ കൽപ്പണിക്കാരെ, കോൺട്രാക്ടറെ, എൻജിനീയർമാരെ, തൊഴിലാളികളെയൊക്കെ നമ്മൾ ഭവനം പണിയുവാനായിട്ട് അവസരമൊരുക്കി കൊടുക്കാറുണ്ട്. അതൊരു ഭൗതികമായ ഒരു തലത്തിലാണ് ആ ഭവനം പണിത് നമുക്ക് വസിക്കുവാനായിട്ട് അത് ഒരുക്കപ്പെടുന്നത്. പിന്നീട്
ഈ ഭവനത്തിൽ വസിക്കുന്ന അപ്പനും അമ്മയും മക്കളും പേരക്കിടാങ്ങളും പ്രായമായ മാതാപിതാക്കന്മാരും പിന്നീടങ്ങോട്ട് ജീവിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ അടിസ്ഥാനത്തിലാണ്. ക്രിസ്തുവാണ് പിന്നീട് നമ്മുടെ എല്ലാവരുടെയും ഭവനം പണിയുകയും അത് ക്രിസ്തുവിൽ നിലനിർത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായ കാലഘട്ടമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യത്തെ ചിന്ത ഇതായിരിക്കട്ടെ: ക്രിസ്തുവിനോടൊപ്പം ചേർന്ന് ഞാൻ വസിക്കുന്ന എൻ്റെ ഭവനം ക്രിസ്തുവിൻ്റെ ഹിതമനുസരിച്ച് അത് പണിയുവാനും അത് ക്രമപ്പെടുത്തുവാനും അതിൽ ജീവിക്കുവാനും എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ എന്ന് നമ്മൾ വിചിന്തനം ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്. ഇന്ന് പൗരോഹിത്യം അല്ലെങ്കിൽ സന്യസ്ത ജീവിതം ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്നതാണ്. പഴയ കാലഘട്ടം പോലെയല്ല. കുട്ടികൾ ദൈവവിളിയിലേക്ക് അത്രയൊന്നും ആകർഷിക്കപ്പെടുന്നില്ല. ദൈവവിളികൾ ക്രമാതീതമായി കുറഞ്ഞു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വെല്ലുവിളി നേടുന്ന ഒരു വിളി കൂടിയാണ് കുടുംബം. ഇന്ന് നമ്മൾ വസിക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് വിള്ളലുകൾ, വീഴ്ചകൾ, എക്കച്ചക്കലുകളൊക്കെ നമ്മുടെ കുടുംബത്തിലുണ്ട്. പക്ഷേ ഞാനും നിങ്ങളുമൊക്കെ അത് നിശബ്ദമായി കൈകാര്യം ചെയ്ത് നമ്മുടെ കുടുംബജീവിതം അങ്ങനെ പോകും എന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ അത് നടത്തുമ്പോൾ നമ്മുടെ കുടുംബം ക്രമാതീതമായി ഒരു അപകടത്തിലേക്ക് കടന്നു പോകുന്നതായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് മനസ്സിലാകുന്ന ഒന്നാണ്. അതുകൊണ്ട് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ട ഒന്നു തന്നെയാണ്. ഇനി വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ കുടുംബജീവിതത്തെ നമ്മൾ നോക്കിക്കാണുമ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം മുതൽ അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ പുസ്തകത്തിലും ഉടനീളം പറയുന്നത് കുടുംബജീവിതത്തെക്കുറിച്ചാണ്. ഏറ്റവും ആദ്യം പറയുന്ന കഥ ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബജീവിതമാണ്. ഒരു കുടുംബം എങ്ങനെയായിരിക്കണം? ഈ കുടുംബത്തിൻ്റെ നാഥനാരായിരിക്കണം? വളരെ മനോഹരമായി ഉൽപ്പത്തിയുടെ പുസ്തകം പറയുന്നു, ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് ദൈവത്തോടൊപ്പം സഞ്ചരിക്കുകയും ഭക്ഷിക്കുകയും ചിന്തിക്കുകയും ചെയ്ത ആദത്തിൻ്റെയും ഹവ്വായുടെയും കുടുംബം പിന്നീട് നമ്മൾ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോൾ അവർ പിശാചിൻ്റെ കെണിയിൽ വീഴുന്നു. അവർ തമ്മിൽ ഭിന്നത ഉണ്ടാകുന്നു. അവർ രണ്ട് തരത്തിലേക്ക് മാറ്റപ്പെടുന്നു. ഒരാൾ മറ്റൊരാളെ കുറ്റം പറയുന്നു. അങ്ങനെ ആദ്യത്തെ കുടുംബം നമ്മുടെ മുമ്പിൽ നല്ല മാതൃക നൽകി. എന്നാൽ അവസാനം പരസ്പരം പഴിചാരുന്ന ഒരു പ്രവണതയിലേക്ക് മാറുന്നതായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇസ്രായേൽ ജനത്തിനും ഗോത്രപിതാക്കന്മാരെക്കുറിച്ചും ഓരോ ഗോത്രത്തിലും എത്ര കുടുംബങ്ങൾ ഏത് തരത്തിൽ ജീവിച്ചു എന്നൊക്കെ
നമ്മൾ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പഴയ നിയമ പുസ്തകത്തിൽ ഉത്തമഗീതത്തിലും ഭാര്യ ഭർത്താവ് ബന്ധത്തിലും യേശുവും സഭയും തമ്മിലുള്ള ബന്ധവുമൊക്കെ ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട്. ഇനി പുതിയ നിയമ പുസ്തകത്തിലേക്ക് നമ്മൾ വരുമ്പോൾ അവിടെ കാനായിലെ കല്യാണ വിരുന്നും വിരുന്നിൻ്റെ ഉപമയുമൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. വിവാഹത്തിൻ്റെ ഒരുക്കങ്ങൾ, കുടുംബജീവിതത്തിൻ്റെ ഓരോ അവസ്ഥകളൊക്കെ പുതിയ നിയമ പുസ്തകത്തിലും അവതരിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഏറ്റവും അവസാനത്തെ പുസ്തകമായ വെളിപാടിൻ്റെ പുസ്തകത്തിലും കുഞ്ഞാടിൻ്റെ കല്യാണത്തെക്കുറിച്ചുമൊക്കെ പറയപ്പെടുന്നുണ്ട്. അങ്ങനെ ബൈബിൾ, നമ്മുടെ അടിസ്ഥാന വിശ്വാസ ഘടകമായ ബൈബിൾ നമ്മൾ എടുത്ത് വായിക്കുമ്പോൾ അതിൽ കുടുംബത്തിൻ്റെ പ്രാധാന്യം, എന്തിനാണ് ഒരു കുടുംബജീവിതം, എങ്ങനെ ഒരു കുടുംബജീവിതം ജീവിക്കണമെന്നൊക്കെ വളരെ വ്യക്തമായും ചിട്ടയോടും കൃത്യതയോടും കൂടെ പറയപ്പെടുന്നുണ്ട്. ഈ ഭാഗങ്ങളൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇതിൻ്റെ അടിസ്ഥാന ഘടകമായി കിടക്കുന്നത് ദൈവത്തിലുള്ള കുടുംബത്തിലെ അംഗങ്ങളുടെ ആശ്രയമാണ്. എപ്പോഴൊക്കെ ദൈവത്തെ രണ്ടാമതായും മൂന്നാമതായും നാലാമതായും മാറ്റിവെക്കുമ്പോഴൊക്കെ ആ കുടുംബത്തിൽ ശിഥിലീകരണം, അസ്വസ്ഥതകൾ, പോരായ്മകളൊക്കെ കടന്നു വരുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് ഞാനും നിങ്ങളും ആയിരിക്കുന്ന നമ്മുടെ കുടുംബത്തിൽ ഏറ്റവും പരമപ്രധാനമായി പ്രതിഷ്ഠിക്കേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് കുടുംബജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ നമ്മുടെ കുടുംബജീവിതം മനോഹരമായി തന്നെ മാറുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനം 128 നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കട്ടെ. നിന്റെ ജീവിതകാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. മക്കളുടെ മക്കളെ കാണുവാൻ നിനക്ക് ഇടവരട്ടെ. ഇസ്രായേലിന് സമാധാനം ഉണ്ടായിരിക്കട്ടെ. കുടുംബത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരംഗം സ്ത്രീയുടെ സാന്നിധ്യമാണ്. സ്ത്രീ അമ്മയാകാം, ഭാര്യയാകാം, പെങ്ങളാകാം. അങ്ങനെ ഒരു സ്ത്രീയുടെ സാന്നിധ്യം കുടുംബജീവിതത്തിൽ വളരെ വലിയ ഒരു ഘടകമായി നിൽക്കുകയാണ്. സങ്കീർത്തനത്തിൻ്റെ 128 സങ്കീർത്തനം 3 വാക്യത്തിൽ പറയുന്നു: നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആകുന്നുവെന്ന് വചനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഭാര്യയെ മുന്തിരിച്ചെടിയോടാണ് ഉപമിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രകൃതിയിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പലതരത്തിലുള്ള വൃക്ഷങ്ങൾ
നമ്മുടെ പ്രകൃതിയിൽ നമുക്ക് നൽകപ്പെട്ടിട്ടുണ്ട്. അതിൽ തെങ്ങാകാം, പനയാകാം, കവുങ്ങാകാം, എന്തുമാകാം. ഈ വൃക്ഷങ്ങളുടെ മാവാകാം, എന്തു തന്നെയായാലും ഈ വൃക്ഷങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇത് 1 വർഷമോ 2 വർഷമോ അല്ലെങ്കിൽ 6 മാസമോ ഒക്കെ വരുന്ന കാലയളവിൽ മാത്രം പരിചരിച്ചാൽ മതി. തെങ്ങിനെ സംബന്ധിച്ച് ഓരോ വർഷവുമാണ് അതിൻ്റെ ചുവട് കിളച്ച് വളമിട്ട് ഫലം കായ്ക്കുവാനായിട്ട് നമ്മൾ വെട്ടിയൊരുക്കുന്നത്. അങ്ങനെയാണ് പ്രകൃതിയിലെ പല വൃക്ഷങ്ങളും നമ്മൾ പരിചരിക്കുകയും മറ്റു കാര്യങ്ങൾക്കുമായി ഉപയോഗിക്കുകയും ചെയ്യുന്നത്. എന്നാൽ മുന്തിരിയും മുന്തിരിവള്ളിയോടും സ്ത്രീയെ ഉപമിക്കുമ്പോൾ അതിലെന്തൊക്കെയോ പ്രത്യേകതകൾ ഈ മുന്തിരി ചെടിക്ക് ഉണ്ട്. കൃത്യവും വ്യക്തവുമായ പരിചരണം കൊടുക്കേണ്ട ഒന്നാണ് മുന്തിരിച്ചെടി. അത് തുടക്കം മുതൽ അവസാനം വരെ ശ്രദ്ധയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ്. ഈ മുന്തിരി നടുന്നു, അത് തളർത്തു വരുന്നു. ഈ തളർത്തു വരുന്ന ഇതളുകൾക്ക് താങ്ങ് കൊടുക്കണം. അതല്ലെങ്കിൽ അത് ഭൂമിയിലേക്ക് നിലം പതിക്കും. അത് പടർത്തി വിടണം. പന്തൽ കണക്കെ നമ്മൾ വല ഉപയോഗിച്ചോ മറ്റു രീതിയിലുമൊക്കെ ഇത് പടർത്തി വിട്ടെങ്കിൽ മാത്രമേ ഇത് നട്ടത് കൊണ്ട് ഗുണമുള്ളൂ. പിന്നെ ഇതിൻ്റെ വേരിൽ നിന്നാണ് മണം വരുന്നത്. ഈ മണം വരുമ്പോൾ കുറുക്കന്മാര് ഇത് നശിപ്പിക്കുവാനായിട്ട് ശ്രമിക്കും. മറ്റേതെങ്കിലും തരത്തിലും ഇത് നശിക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് മുന്തിരിത്തോട്ടം അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി തൻ്റെ താമസം മുന്തിരിത്തോട്ടത്തിനോട് അടുത്തേക്ക് വരും. പിന്നെ രാത്രിയും പകലുമൊക്കെ ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് ഇതിൻ്റെ കാവൽക്കാരനോ അതിൻ്റെ ഉടമസ്ഥനോ ആയിരിക്കണം. അതല്ലെങ്കിൽ മറ്റു ജീവികളാൽ ഇത് നശിക്കുവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് നടുന്നത് മുതൽ ഇതിൽ നിന്ന് ഫലം കിട്ടുന്നത് വരെ നിരന്തരമായിട്ട് ഇതിനെ സംരക്ഷിക്കുകയും ഇതിനെ വളർത്തുകയും ഇതിൽ നിന്ന് ഫലം കണ്ടെത്തുകയും ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. നട്ടതുകൊണ്ട് മാത്രം കാര്യമില്ല. ഇനി ഞാൻ നട്ടു, എന്നാലൊരു 2 മാസം കഴിഞ്ഞ് ഞാൻ വരാമെന്ന് ആലോചിക്കുകയാണെങ്കിൽ നട്ടതുകൊണ്ട് യാതൊരുവിധ ഗുണവും ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല. കർഷകനെ സംബന്ധിച്ച്, ഉടമസ്ഥനെ സംബന്ധിച്ച് അതൊരു നഷ്ടക്കച്ചവടമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ രാത്രിയും പകലുമില്ലാതെ ഇതിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത് മുന്തിരി ചെടിയുടെ വിളവ് സമൃദ്ധമായി ഉണ്ടാകുവാനും അതിൽ നിന്ന് ലാഭം കണ്ടെത്തുകയും ചെയ്യണമെങ്കിൽ നിരന്തരം ഇതിൻ്റെ പുറകെ പോകേണ്ടത് ഒരു കർഷകൻ്റെ ഉത്തരവാദിത്തമാണ്. മുന്തിരി അതിൽ കേടുപാടുകൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഉണക്കി സൂക്ഷിക്കുകയും അങ്ങനെ എല്ലാ തരത്തിലും ഇത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഇരിക്കുമ്പോൾ വചനം നമ്മളോട് പറയുന്നത്, നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കുമെന്ന്. നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ബലം ചൂടുന്നില്ലെങ്കിൽ
അത് വളരെ വലിയ ഒരു കുറ്റമായിട്ട് ആരോപിക്കും. അത് സ്വന്തം ജീവിത പങ്കാളിയാണെങ്കിലും വളർത്തി വലുതാക്കിയ മക്കളാണെങ്കിലും നമ്മുടെ തന്നെ അപ്പനായാലും അമ്മയായാലും കൃത്യവും വ്യക്തവുമായ ഫലം പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ കുറ്റാരോപണവും വേദനിപ്പിക്കുന്ന വാക്കുകളും നമ്മെ അവഗണിക്കുന്ന സ്വഭാവവും രീതികളും ഒരു കുടുംബത്തിൽ നിന്ന് സ്ത്രീയെ സംബന്ധിച്ച് എന്നും എപ്പോഴും കിട്ടുന്ന ഒരു കാര്യമാണ്. ഇനി ഒരു കുടുംബത്തിൽ ജീവിക്കുമ്പോൾ പിതാവിൻ്റെയും മക്കളുടെയും ഉത്തരവാദിത്വം ഇതാണ്. സ്ത്രീയെ ഉപമിച്ചിരിക്കുന്നത് മുന്തിരിച്ചെടിയോടാണ്. മുന്തിരിച്ചെടിയെ നിരന്തരം സംരക്ഷിക്കുകയും അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തില്ലെങ്കിൽ ആ കൃഷി നഷ്ടമാണ്. അതുകൊണ്ട് എൻ്റെ ഭാര്യയുടെയും ഉത്തരവാദിത്വം ഭവനത്തിലുള്ള അപ്പൻ്റെയോ ഭർത്താവിൻ്റെയോ ഉത്തരവാദിത്തമാണ്. ഇവരെ സംരക്ഷിക്കേണ്ടതും ഇവരെ വെട്ടിയൊരുക്കേണ്ടതും ഇവർക്ക് നിരന്തര സംരക്ഷണവും സാന്നിധ്യവും ഒക്കെ ആകേണ്ടത് അത് ഭർത്താവിൻ്റെ അപ്പൻ്റെ മക്കളുടെ ഉത്തരവാദിത്തമാണ്. ബലം തരുന്നില്ല എന്ന് പറഞ്ഞ് അവരോട് നമ്മൾ ആക്രോശിച്ചിട്ടോ ദേഷ്യപ്പെട്ടിട്ടോ സംസാരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. അത് ബലം തരുന്ന രീതിയിൽ ക്രമപ്പെടുത്തേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. ഇനി കുടുംബജീവിതം ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ വല്ലാത്ത ഒരു അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്ന ഒരു കാലഘട്ടമാണ്. ഏറെ പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടം നമ്മൾ വായിക്കുമ്പോൾ പണ്ടുണ്ടായ ഒരു ഐക്യവും സ്വരുമയും പരസ്പര ധാരണയും പരസ്പരമുള്ള സംസാരവുമൊക്കെ ഗണ്യമായി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ കാലത്തിൻ്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ വളർന്നത് ടെക്നോളജിയുടെ വളർച്ചയാണ്. അതിൽ മൊബൈൽ ഫോണും സാമൂഹിക മാധ്യമങ്ങളും മറ്റും ഒക്കെ വളർന്നതിൻ്റെ വെളിച്ചത്തിൽ ഈ നമ്മുടെ കുടുംബജീവിതത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നതും സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റമാണ്. ഈ ഒരു കടന്നുകയറ്റം നമ്മുടെ കുടുംബത്തിൻ്റെ അടിത്തറ തന്നെ ഇളക്കുകയും ചെയ്തിട്ടുണ്ട്. സ്വസ്ഥവും ശാന്തവും സമാധാനവുമായി ജീവിച്ചിരുന്ന നമ്മുടെയൊക്കെ കുടുംബജീവിതങ്ങളിൽ ഇന്ന് വല്ലാത്ത അസ്വസ്ഥത, പൊരുത്തക്കേട്, ധാരണയില്ലായ്മ, അങ്ങനെയൊക്കെ എണ്ണിയാലൊടുങ്ങാത്ത നിരവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മുടെയൊക്കെ കുടുംബജീവിതം. ഈ കുടുംബജീവിതത്തിൽ നമ്മളായിരിക്കുമ്പോൾ ആദ്യമേ ഞാൻ പറഞ്ഞതുപോലെ കർത്താവിൻ്റെ നിരന്തര സാന്നിധ്യവും സംരക്ഷണവും നമുക്ക് ഉണ്ടാകണം. ഈ കുടുംബജീവിതം മുന്നോട്ട് പോകുമ്പോൾ ഒന്നാമതായിട്ട് നമ്മൾക്ക് വേണ്ടത് അംഗീകരിക്കുവാനുള്ള ഒരു മനോഭാവമാണ്. എൻ്റെ ജീവിത പങ്കാളിയുടെ കഴിവും പോരായ്മയും അത് അംഗീകരിച്ച് മുന്നോട്ട് പോകണമെന്നതാണ് കുടുംബജീവിതത്തിൻ്റെ വിജയമായി നമ്മൾ ആദ്യമേ കാണേണ്ടത്.
ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ പരസ്പരം അംഗീകരിച്ച് കുറവുകൾ തിരുത്തി മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ കുടുംബജീവിതത്തിൻ്റെ സ്വസ്ഥതയും ഭംഗിയുമൊക്കെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. രണ്ടാമതായിട്ട് നമുക്കുണ്ടാകേണ്ടത് തിരിച്ചറിവാണ്. തിരിച്ചറിവെന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യ എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവം എന്താണ്, എൻ്റെ ഭർത്താവിന് എന്തൊക്കെ കഴിവുകളുണ്ട്, കഴിവുകേടുകളുണ്ട്, എൻ്റെ ജീവിത പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളും കഴിവുകേടുകളുമുണ്ട് എന്നൊക്കെയുള്ള തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബജീവിതം വലിയ ഒരു അപകടത്തിലേക്ക് പോകും. അതുകൊണ്ട് തിരിച്ചറിവുള്ളവരായിട്ട് നമുക്ക് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കണം. മൂന്നാമതായിട്ട് എപ്പോഴും പറയുന്നൊരു കാര്യമാണ് പരസ്പരം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മനോഭാവം ഉണ്ടാകണം. ഈ കുടുംബജീവിതത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, വിവാഹത്തിലൂടെ നമ്മൾ ഒന്നായി ഒരു ഭവനത്തിൽ താമസിക്കുവാനായി തുടങ്ങുന്നു. ദിവസങ്ങൾ, മാസങ്ങൾ, വർഷങ്ങൾ കടന്നു പോകുമ്പോൾ അതിപരിചയത്വം നമ്മുടെ കുടുംബത്തിലേക്ക് കടന്നു വരും. പിന്നെ നമ്മൾ കൂടെയുള്ള ജീവിത പങ്കാളിയെ നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. ഉദാഹരണമായിട്ട് നമ്മളൊക്കെ 3 നേരം ഭക്ഷണം കഴിക്കുന്നവരാണ്. ഈ ഭക്ഷണം ചില സമയത്ത് വളരെ രുചിയോടുകൂടി നമുക്ക് നൽകപ്പെടും. ചില സമയത്ത് ചില പോരായ്മകളൊക്കെ കടന്നു വരും. ഇങ്ങനെ പോരായ്മകളും നല്ലതും ലഭിക്കുമ്പോൾ പോരായ്മയെ മാത്രമായിരിക്കും നമ്മൾ മുന്നിൽ കാണുന്നത്. ചിലപ്പോൾ നല്ല ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും, ഒന്ന് പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് മറന്നു പോയിട്ടുണ്ടാകും. അതിപരിചയത്വം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് പരസ്പരം പ്രോത്സാഹിപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അങ്ങനെ നമ്മുടെ ജീവിതങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നത് വഴി നമ്മുടെയൊക്കെ കുടുംബജീവിതം വളരെ മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി കുടുംബജീവിതത്തിന് ഏറ്റവും നല്ല മാതൃകയായിട്ട് എന്നും എപ്പോഴും നമുക്ക് എടുത്തു വെക്കുവാൻ പറ്റുന്നത് തിരുക്കുടുംബത്തെ തന്നെയാണ്. എൻ്റെ കുടുംബം ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് സന്തോഷത്തോടും സമാധാനത്തോടും ഐക്യത്തോടും പരസ്പര ധാരണയോടും കൂടെ ജീവിക്കുവാൻ സാധിക്കണമെങ്കിൽ തിരുക്കുടുംബം വലിയ ഒരു മാതൃകയാണ്. തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ യൗസേപ്പ് പിതാവും മാതാവും നല്ല ഒരു മാതൃകയാണ് നമ്മുടെ കുടുംബജീവിതത്തിൽ നമുക്ക് നൽകുന്നത്. ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബങ്ങളിൽ സംസാരമൊക്കെ പലപ്പോഴും കുറഞ്ഞു പോകുന്നുണ്ട്. ഈ കൂട്ടിക്കെട്ടിക്കൊണ്ടുപോകുന്ന ഒരു പ്രവണത നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കുറഞ്ഞു വരികയാണ്. യൗസേപ്പ് പിതാവ് വളരെ മനോഹരമായി കൂട്ടി കെട്ടി കൊണ്ടുപോയ ഒരു വ്യക്തിയാണ്. പരിശുദ്ധ കന്യകാമറിയം ഗർഭിണിയായ സമയം, ആ സമയത്താണ് ബത്ലഹേമിലേക്ക് അവർക്ക് യാത്രയാകേണ്ടി വന്നത്. പിന്നീട് ഈജിപ്തിലേക്ക് പോകേണ്ടി വന്നു. മടങ്ങി
നസ്രത്തിലേക്ക് വരേണ്ടി വന്നു. അങ്ങനെ തിരുക്കുടുംബത്തിൻ്റെ ആദ്യ നാളുകൾ ഒരു ദേശാടന കിളിയെ പോലെ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകേണ്ടി വന്നു. യൗസേ പിതാവും മറിയവും ഉണ്ണീശോയും ഒരുമിച്ചുള്ള ഒരു യാത്രയാണ്. ഉറപ്പായിട്ടും ചിലപ്പോഴെങ്കിലുമൊക്കെ വിരസത തോന്നിയിട്ടുണ്ടാകണം, അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടാകണം. ഇനി ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കാണുന്നുണ്ടാകണം. പക്ഷേ യൗസേ പിതാവ് തിരുക്കുടുംബത്തെ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ശ്രമിച്ചു. അതുകൊണ്ട് ഞാൻ എൻ്റെ കുടുംബത്തിലായിരിക്കുമ്പോൾ എൻ്റെ ജീവിത പങ്കാളിയെ, എൻ്റെ മക്കളെ യൗസേ പിതാവ് കൂട്ടിയതുപോലെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് സാധിക്കണം. അത് വലിയ ഒരു വെല്ലുവിളിയാണ്. ഒരുമിച്ചുള്ള യാത്രയാണ് തിരുക്കുടുംബത്തിൻ്റെ ആദ്യ ദിവസങ്ങളിലും പിന്നീടുമൊക്കെ ഉണ്ടായത്. ഈ യാത്ര നമ്മുടെയൊക്കെ കുടുംബജീവിതത്തിൽ ഇന്നും നിലനിൽക്കുന്നുണ്ടോ എന്നുള്ള വിചിന്തനം ഈ ദിവസത്തിൽ വളരെ വലിയ ഒരു കാര്യമായിരിക്കും. രണ്ടാമതായിട്ട് ദേവാലയത്തിലെ സമർപ്പണമാണ്. അന്നത്തെ കാലഘട്ടമനുസരിച്ച് ശുദ്ധീകരണ സമയവും ഒക്കെ വലിയ ഒരു പ്രാധാന്യം കൊടുത്തിരിക്കുന്ന സമയത്ത് ജനിക്കുന്നത് ആൺകുട്ടിയാണെങ്കിൽ 40 ദിവസത്തിന് ശേഷവും, ജനിക്കുന്നത് പെൺകുട്ടിയാണെങ്കിൽ 80 ദിവസത്തിന് ശേഷവുമുള്ള ശുദ്ധീകരണവുമൊക്കെ വലിയ ഒരു പ്രധാന കാര്യമായി നിലനിൽക്കുന്ന ആ കാലഘട്ടത്ത് തങ്ങളുടെ കടിഞ്ഞൂൽ പുത്രനെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കുന്ന ഒരു രംഗം നമ്മുടെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് ആ കാലഘട്ടത്തിലുണ്ടായ നിയമത്തെ അവരെ അംഗീകരിക്കുന്നു. രണ്ടാമതായിട്ട് തങ്ങൾക്ക് ലഭിച്ച തങ്ങളുടെ കടിഞ്ഞൂൽ പുത്രനെ ദൈവത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി സമർപ്പിക്കുന്നു. കുടുംബജീവിതം സന്തോഷപ്രദമാകുന്നത് മക്കളുടെ സാന്നിധ്യമാണ്. ഭാര്യയായും ഭർത്താവായുമൊക്കെ ജീവിതം ആരംഭിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള അവരുടെ ഏറ്റവും വലിയ സ്വപ്നമെന്ന് പറയുന്നത് ഒരു ആൺകുട്ടിയോ പെൺകുട്ടിയോ കടന്നു വരുന്നതാണ്. പിന്നീട് അപ്പനായും അമ്മയായും മാറുന്നത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ മനോഹരമായ ഒരു കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടമൊക്കെ ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. ഇന്ന് അപ്പൻ്റെയും അമ്മയുടെയും നിയന്ത്രണത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ അപ്പൻ പറയുന്നത് അമ്മ പറയുന്നത് അക്ഷരം പ്രതി കേട്ട് അതനുസരിച്ച് ജീവിക്കുന്ന മക്കൾ ഇന്ന് കുറവാണ്. ഇല്ലെന്നല്ല, ഉണ്ട്. പക്ഷേ പഴയ ഒരു കാലഘട്ടവുമായി നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ അതിൽ വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കളൊക്കെ വളർന്നു വരുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടെ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. ആരുടെയും ആശ്രയമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾക്ക് ആവശ്യമില്ല. അവർക്ക് അറിയേണ്ടത് വളരെ വേഗത്തിൽ അറിയുവാനും
ചെയ്യേണ്ടത് വളരെ കൃത്യതയോടുകൂടി ചെയ്യുവാനും ഇന്നത്തെ കാലഘട്ടത്തിലെ മക്കൾ വളർന്ന് വലുതായിരിക്കുന്നു. ഈ മക്കളെ നമ്മൾ ഏതു തരത്തിലാണ് വളർത്തുന്നതെന്നതാണ് ഒരു കുടുംബജീവിതത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഘടകം. എൻ്റെ മകൻ ദൈവത്തോടും ദൈവത്തിൻ്റെ പ്രമാണങ്ങളോടും കൽപ്പനകളോടും എത്തരത്തിലുള്ള ഒരു ആഭിമുഖ്യമാണ് അവനുള്ളതെന്ന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. വളരെ പാരമ്പര്യമുള്ള ഒരു ആചാര രീതികളുള്ള ഒരു സമൂഹമാണ് ക്രൈസ്തവ സമൂഹം. അതിലെ ഏറ്റവും മനോഹരമായ ഒരു കാര്യം കുടുംബ പ്രാർത്ഥനയാണ്. അപ്പൻ്റെയും അമ്മയുടെയും അടുക്കും ചിട്ടയോടും ക്രമത്തോടും കൂടെയുള്ള കുടുംബ പ്രാർത്ഥനകളിൽ സംബന്ധിച്ചവരാണ് ഞാനും നിങ്ങളുമൊക്കെ. നിങ്ങളുടെയൊക്കെ ബാല്യകാലം ഒന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ വൈകുന്നേരങ്ങളിൽ 6:30 അപ്പൻ, അമ്മ, മക്കൾ, പേരക്കിടാങ്ങൾ എല്ലാവരും കൂടെ നമ്മുടെ പ്രാർത്ഥനാ മുറിയിൽ ഒരുമിച്ച് കൂടുന്നു. പ്രത്യേകമായിട്ട് ജപമാല ചൊല്ലുമ്പോൾ 5-ാമത്തെ രഹസ്യമാകുമ്പോൾ മുട്ടേനിക്കാൻ പറയുന്നു. കൈവിരിച്ച് പിടിച്ച് 5-ാമത്തെ രഹസ്യം ചൊല്ലണമെന്നും ഉച്ചത്തിൽ ചൊല്ലണമെന്നുമൊക്കെ പഠിപ്പിക്കുകയും പ്രാർത്ഥിപ്പിക്കുകയും പിന്നീട് കുടുംബ പ്രാർത്ഥന കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ പോയി എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവരെയും വിളിച്ച് ഒരു പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ കൂട്ടായ്മയിൽ ജീവിച്ചു വന്ന ഞാനും നിങ്ങളുമൊക്കെ ഈ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ഒരു ജീവിത ശൈലി നമുക്ക് പിന്തുടരുവാനായിട്ട് സാധിക്കുന്നില്ല. പഴയ കാലഘട്ടത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടുന്നതാണ്. കാരണം ദാരിദ്ര്യം നമ്മുടെ കുടുംബങ്ങളിലുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒരുമിച്ച് കൂടി ഒരുമിച്ച് പ്രാർത്ഥിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകുന്ന ഒരു മനോഭാവം, ഞാൻ ആദ്യമേ പറഞ്ഞ ദൈവാശ്രയ ബോധം അടിയുറച്ച് പാറ പോലെ ഉറച്ചു നിൽക്കുന്നതായിരുന്നു നമ്മുടെ കുടുംബങ്ങളിൽ. എന്നാൽ ഇന്ന് അത്തരത്തിലുള്ള പ്രാർത്ഥനയോ ഒരുമിച്ച് വരുന്നതോ ഒന്നും നമ്മുടെ കുടുംബങ്ങളിൽ ഇല്ല. ഇന്ന് അടുക്കും ചിട്ടയോടും കൂടെയുള്ള പ്രാർത്ഥനകളൊന്നുമില്ല. പ്രാർത്ഥനയില്ലെന്നല്ല ഞാൻ പറയുന്നത്, പ്രാർത്ഥനയുണ്ട്. ഒന്നെങ്കിൽ അമ്മ ഒറ്റയ്ക്കിരുന്ന് ചൊല്ലും, അല്ലെങ്കിൽ ആ കുടുംബത്ത് പ്രാർത്ഥന ചിലപ്പോഴുണ്ടാകത്തില്ല. ചിലപ്പോൾ അപ്പനിരുന്ന് ചൊല്ലും, അമ്മ അതിൽ പങ്കെടുക്കണമെന്നില്ല. ഏറ്റവും സങ്കടകരമായ കാര്യം, വളർത്തി വലുതാക്കിയ മക്കള് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ സംബന്ധിക്കുന്നില്ല. അവർ ഭവനത്തിലേക്ക് കടന്നു വരുന്നത് പല സമയങ്ങളിലായി. ഇനി മകൻ അല്ലെങ്കിൽ മകൾ ആരുമായിക്കോട്ടെ ചോദ്യം ചോദിക്കുകയാണെങ്കിൽ പിന്നീട് രണ്ടാമതൊന്ന് ചോദിക്കുവാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ ഒരു ഭയപ്പാടുണ്ടാകും. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മളൊക്കെ കടന്നു വന്നിരിക്കുന്നത്. സാഹചര്യവും സാധ്യതകളുമൊക്കെ നമ്മൾ ഉപയോഗിക്കണം. അതനുസരിച്ച് നമ്മൾ വളരണം. നമ്മുടെ മക്കൾക്ക് നല്ല അറിവ് വേണം. പക്ഷേ അടിസ്ഥാനപരമായിട്ട് ദൈവകേന്ദ്രീകൃതമായിട്ട്
നമ്മുടെ മക്കൾ വളർന്നു വരുവാനായിട്ട് നമ്മൾ ശ്രമിക്കേണ്ടതാണ്, നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതിലാണ് നമ്മൾ മടിയും ഉഴപ്പുമൊക്കെ കാണിക്കുന്നത്. ഈ പ്രവണത ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കേണ്ടത് കുടുംബത്തിൽ ജീവിക്കുന്ന നമ്മൾ ഓരോരുത്തരുമാണ്. മകൻ ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലെങ്കിൽ, ഞാൻ പറയുന്നതിനോട് മകന് താല്പര്യമില്ലെങ്കിൽ വ്യക്തമാണ്, അപ്പനായാലും അമ്മയായാലും എവിടെയോ ഒരു പാളിച്ച പറ്റിയിട്ടുണ്ട്. മാതൃകാപരമായിട്ട് കുടുംബജീവിതത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. ഇന്നത്തെ മക്കൾ എന്തു പറയും, എന്തു ചെയ്യും, എങ്ങനെ ചെയ്യുമെന്ന് ദൈവത്തിന് പോലും ഊഹിക്കുവാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ മക്കളൊക്കെ വളർന്ന് വലുതായി വരികയാണ്. ചിലതൊന്നും ആരോടും പറയുവാൻ പറ്റാത്ത തരത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ നമുക്ക് സങ്കടകരമായി എന്നും എപ്പോഴും നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, തിരുക്കുടുംബം ഒരു മാതൃകയാണ്. യൗസേ പിതാവും മാതാവും തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ യഹൂദ നിയമമനുസരിച്ച് ദേവാലയത്തിൽ കൊണ്ടുചെന്ന് സമർപ്പിക്കുന്നത് നിയമം അവരനുശാസിക്കുന്നു, അവരനുസരിക്കുന്നു. രണ്ടാമതായിട്ട് മകനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്നു. ഈ ഒരു സമർപ്പണമാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകേണ്ടത്. ഇവിടെ ഉള്ളവരിൽ എത്ര പേർക്ക് മുതിർന്ന മക്കളുണ്ട് എന്നെനിക്കറിയില്ല. എന്നിരുന്നാൽ തന്നെയും ചുരുങ്ങിയ ഒരു മാസത്തിനുള്ളിൽ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഇതാണ്: നമ്മുടെ യുവതലമുറയ്ക്ക് ദൈവവിശ്വാസം കുറഞ്ഞു കുറഞ്ഞു വരുന്നു. പള്ളിയിൽ പോകണമെന്നോ പള്ളിയിൽ സംബന്ധിക്കണമെന്നോ പ്രാർത്ഥിക്കണമോ എന്നുള്ള മനോഭാവമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലില്ല. ഒരുപാട് മക്കൾ പള്ളികളിൽ വരുന്നുണ്ട് ഞായറാഴ്ചകളിൽ. നിങ്ങളുടെ കുടുംബത്തിലെ മക്കളൊക്കെ ആയിരിക്കാം. പള്ളിയിൽ പോകുന്നില്ല എന്ന് ഞാൻ പറയുന്നില്ല. പരിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തം അത് വട്ടപൂജ്യമാണ്. കാരണം കുർബാനയുടെ പരിശുദ്ധമായ ബലി സമർപ്പിക്കുന്ന സമയത്ത് അവർ പള്ളിക്ക് പുറത്താണ്. ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മെ സംബന്ധിച്ച് ഉറപ്പുള്ളൊരു കാര്യമാണ്, എല്ലാറ്റിനും മുകളിൽ ദൈവമുണ്ടെന്നും ദൈവത്തിൻ്റെ ക്രമമനുസരിച്ചാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്നുള്ള ബോധ്യം നമുക്കുണ്ട്. എന്നാൽ അത്തരത്തിലൊന്നും ദൈവഭയമോ ദൈവത്തോട് ചേർന്ന് നിൽക്കണമോ എന്നുള്ള ഒരു താല്പര്യമൊന്നും നമ്മുടെ മക്കളിലേക്ക് നമുക്ക് കൊടുക്കുവാനായിട്ട് സാധിക്കുന്നില്ല. അതുകൊണ്ട് ഏറ്റവും പരമപ്രധാനമായ കാര്യം കുടുംബ പ്രാർത്ഥനയിൽ അടിയുറച്ചു നിൽക്കണമെന്നതാണ്. അത്തരത്തിൽ നമ്മുടെ ജീവിതങ്ങളെയൊക്കെ ക്രമപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ഈ കുടുംബത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഇന്ന് ഒരുപാട് മക്കൾക്ക്
അല്ലെങ്കിൽ വിവാഹ ജീവിതത്തിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു ജീവിതം വളരെ വലിയ ഒരു വെല്ലുവിളിയായി മാറുകയാണ്. എൻ്റെ ഓർഡിനേഷനൊക്കെ കഴിഞ്ഞ് ഞാൻ വട്ടയാൽ പള്ളിയിൽ വന്നതിന് ശേഷമാണ് കുടുംബ കോടതിയിലെ നോട്ടറി ആയിട്ട് എനിക്കൊരു അപ്പോയിൻമെൻറ്റ് കിട്ടുന്നത്. കുടുംബ കോടതി എന്ന് പറയുമ്പോൾ ഇവർ സിവിലി ഡിവോഴ്സ്ഡ് ആയിട്ട് വരുന്ന ഭാര്യയാകാം, ഭർത്താവാകാം. നിയമപരമായിട്ട് ഇവർ ഭാര്യയല്ല, ഭർത്താവല്ല. അപ്പോൾ ഇനി ഇവർക്കൊരു വിവാഹം കഴിക്കണം. അത് സഭ അറിഞ്ഞ് സഭയുടെ മധ്യേ ബലിവേദിയിൽ അവർക്ക് നടത്തണമെന്നുള്ള താല്പര്യമുള്ളവരാണ്. അപ്പോഴങ്ങനെ ഇവർക്ക് ആദ്യത്തെ വിവാഹം അസാധുവാണെന്ന് നിയമപരമായിട്ട് സഭാ കോടതി വിധിച്ചതിന് ശേഷം മാത്രമേ ഇവർക്ക് മറ്റൊരു വിവാഹത്തിലേക്ക് കടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇന്ന് നിരവധി വ്യക്തികൾ വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട്. വളരെ വലിയ ആഘോഷപൂർണമായ വിവാഹ പാർട്ടികളും വിവാഹ സൽക്കാരങ്ങളുമൊക്കെ നടത്തുന്നു. എന്നാൽ ഈ നടത്തപ്പെട്ട എല്ലാ വിവാഹങ്ങൾക്കും അതിൻ്റെ സമയദൈർഘ്യം 1 മാസം, 2 മാസം, 6 മാസം, 1 വർഷം പോലും ഇവർക്ക് ഭാര്യയായിട്ട് ഭർത്താവായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കുന്നില്ല. കുടുംബജീവിതം ഇന്ന് വളരെ വലിയ ഒരു വെല്ലുവിളി നേരിടുകയാണ്. പൗരോഹിത്യത്തെക്കാൾ അധികമായി നമ്മുടെ കുടുംബങ്ങളിലെ വെല്ലുവിളികൾ നമ്മൾ നേരിടുന്നുണ്ട്. ഒരുമിച്ച് ജീവിക്കുവാനുള്ള മനക്കരുത്തും ശക്തിയുമൊന്നും ഇന്നത്തെ കാലഘട്ടത്തിലെ നിങ്ങളുടെ മക്കൾക്ക് ഉണ്ടാകുവാനായിട്ട് പോകുന്നില്ല. ഞാനിവിടെ എഴുതി വെച്ച് തരാം. ആ ഒരു ബലമൊന്നും നിങ്ങൾ വളർത്തി വലുതാക്കുന്ന മക്കൾക്ക് ഇല്ല. ഇനി വളർന്നു വരുന്ന മക്കളാണെങ്കിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ ഒരു ട്രെൻഡ് അനുസരിച്ചാണെങ്കിൽ ഭാര്യയോടൊപ്പം വേറൊരു വ്യക്തി, ഭർത്താവിനും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലെന്ന് നിങ്ങൾക്ക് പറയുവാനും സാധിക്കുകയില്ല. ഇന്ന് നമ്മൾ വായിച്ച് കേൾക്കുന്ന പത്രങ്ങളിലും സംഭവങ്ങളുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരച്ചു വയ്ക്കുന്നത് ഇന്ന് കുടുംബജീവിതം ശരിയായ രീതിയിലേക്ക് കൊണ്ടുപോകുവാനായിട്ട് സാധിക്കുന്നില്ല. 100% അത് പരാജയത്തിലേക്ക് പോകുകയാണ്. അങ്ങനെ പോകുകയാണെങ്കിൽ എൻ്റെ ജീവിതം എൻ്റെ മക്കൾക്ക് എന്ത് മാതൃകയാണ് കൊടുക്കുവാനായിട്ട് പോകുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള അപ്പച്ചന്മാരെ, അമ്മച്ചിമാരെ, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഉത്തരവാദിത്വം ചില്ലറ കാര്യമല്ല. ഒരു പുരോഹിതനെ സംബന്ധിച്ച്, ഞങ്ങളെ സംബന്ധിച്ച്, ഞങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കുറവുകളുണ്ടെങ്കിൽ ഞങ്ങളായിരിക്കുന്ന എൻ്റെ മുറി, എൻ്റെ ഭക്ഷണം കഴിക്കുന്ന ഇടം അവിടെയുള്ളൂ. എനിക്ക് സങ്കടമായാലും സന്തോഷമായാലും വേദനയായാലും ദുഃഖമായാലും അത് എൻ്റെ ഓപ്പോസിറ്റിരിക്കുന്ന ആൾക്ക് അത് മനസ്സിലാകണമെന്നൊന്നുമില്ല. എപ്പോഴും എൻ്റെ ഓപ്പോസിറ്റ് ഒരാളും ഉണ്ടാകത്തില്ല. വ്യക്തമാണ്, ഞാൻ ഒറ്റയ്ക്കാണ്. എന്നാൽ കുടുംബജീവിതം അങ്ങനെയല്ല. വിവാഹം കഴിച്ച നാൾ മുതൽ മരണം വരെ 2 പേരൊരുമിച്ചാണ്. ഇത്
മുറിച്ച് മാറ്റുവാനും സാധിക്കുകയില്ല. 2-3 ദിവസമൊക്കെ നമുക്ക് മിണ്ടാണ്ടൊക്കെ ഇരിക്കാം. പക്ഷെ 3-ാമത്തെ ദിവസം നമുക്ക് മിണ്ടാതെ പറ്റത്തില്ല. ഒരു അസുഖം വന്നാൽ ജീവിത പങ്കാളിയുടെ സഹായം നമുക്ക് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ എളിമയോടും താഴ്മയോടുമൊക്കെ ജീവിക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന അമ്മമാരോടും അപ്പന്മാരോടും എനിക്ക് പറയുവാനായിട്ടുള്ളത്, നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ഈ വിളി വലിയ ഒരു കാര്യമാണ്. അതൊരു ദൈവിക പദ്ധതിയുടെ ഭാഗമായിട്ടാണ് നിങ്ങൾ കുടുംബജീവിതത്തിലേക്ക് കടന്നു വന്നത്. ദൈവത്തിന് അറിയാം ഈ മനുഷ്യൻ, അല്ലെങ്കിൽ ഈ പുരുഷൻ, ഈ സ്ത്രീ കുടുംബജീവിതം നയിക്കുവാനായിട്ട് ശക്തിയുള്ളതാണെന്ന്. പക്ഷേ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞു തുടങ്ങിയ ദൈവാശ്രയ ബോധമില്ലാതെ നമ്മൾ വ്യക്തികളിലേക്കും മറ്റുമൊക്കെ നമ്മൾ മാറിപ്പോകുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം തകർന്നു പോകുന്നത്. എന്തു തന്നെ ഒരു ചെറിയ പ്രശ്നമുണ്ടായാൽ പോലും ദൈവത്തിൻ്റെ അടുത്തേക്ക് പോകുവാനും അവിടെ ഇരുന്ന് സമാധാനം കണ്ടെത്തുവാനും സംസാരിക്കുവാനും അതനുസരിച്ച് ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാനും തുടരുകയാണെങ്കിൽ മനോഹരമായ ഒരു ജീവിതമായത്. പലപ്പോഴും വിരസതയും ദുഃഖവും കഷ്ടപ്പാടും ഒക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് നമ്മുടെ ജീവിതം അങ്ങനെയായിപ്പോയി. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, കൂടെ ഒരു ഭർത്താവ്, ഭാര്യ, സ്വന്തമെന്ന് പറയുന്ന 2 മക്കൾ, ബന്ധുമിത്രാദികൾ, ഒരു അസുഖം വന്നാൽ കൂടെ കൊണ്ടുപോകും. ഒരു സ്ഥലത്ത് പോകാം, ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കാം, ഒരു സ്ഥലത്ത് പോകാം. അങ്ങനെ എത്ര മനോഹരമായ, എത്ര സന്തോഷം ലഭിക്കുന്ന ഒരു ജീവിതത്തിലേക്കാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഞങ്ങൾക്ക് പലപ്പോഴും ഒരു പുരോഹിതൻ, ഒരു ഇടവക, ആ ഒരു ഇടവകയുമായിട്ട് ബന്ധപ്പെട്ട് ഒക്കെ നിൽക്കുമ്പോൾ, നിങ്ങളെ സംബന്ധിച്ച് ഒരു ആഘോഷം വരുമ്പോൾ, ഒരു പെരുന്നാൾ വരുമ്പോൾ ഒരുമിച്ച് വന്ന് ഭക്ഷണമൊക്കെ പാചകം ചെയ്ത് ഒരുമിച്ച് പള്ളിയിലൊക്കെ പോയി ഒരുമിച്ച് എവിടെയായാലും പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. അതാണ് നമ്മുടെ കുടുംബജീവിതത്തിലേക്ക് നമ്മൾ ആദ്യമേ കണ്ടെത്തേണ്ടത്. ഇതിന് നിങ്ങൾ കൗൺസിലിങ്ങിനും മറ്റുമല്ല ആദ്യമേ പോകണം. എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വന്ന അത്തരത്തിലുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ കുടുംബത്തെ ഒന്ന് നമ്മൾ വഴിവെട്ടി വീഴണം. പക്ഷേ ഏറ്റവും പരമപ്രധാന കാര്യം ദൈവത്തിൻ്റെ അടുത്ത് പോയിരിക്കണം. അവിടെ നിന്ന് നമ്മൾ കൃപ കണ്ടെത്തണം. എത്ര വലിയ കൊള്ളാത്ത വ്യക്തിയായാലും അത് ദൈവസന്നിധിയിൽ ചെന്ന് പറഞ്ഞ് അവിടെ നിന്ന് കിട്ടുന്ന കൃപയനുസരിച്ച് കുടുംബജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കുകയാണെങ്കിൽ ഈ ജീവിതം വളരെ മനോഹരമായ ഒരു ജീവിതമായിരിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഈ ഒരു കുടുംബത്തെക്കുറിച്ചൊക്കെ ധ്യാനിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞത് വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ദൈവാശ്രയ ബോധത്തിലേക്ക് കടന്നു വരണം. അത്തരത്തിൽ കടന്നു വരുമ്പോഴാണ് നമ്മുടെ കുടുംബജീവിതം മനോഹരമായിട്ട് പോകുന്നത്. പിന്നീടാണ് നമ്മൾ പരസ്പരം ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ വീണ്ടും നമ്മുടെ കുടുംബജീവിതം മനോഹരമാകും. മാതൃകാപരമായ ജീവിതവും തിരുക്കുടുംബത്തിൻ്റെ മാതൃകയുമൊക്കെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമ്പോൾ ഇത്ര ശ്രേഷ്ഠമായ ഒരു ജീവിതത്തിലേക്കാണ് നിങ്ങളൊക്കെ വിളിക്കപ്പെട്ടിരിക്കുന്നത്.
അതിൻ്റെ വില നമുക്ക് മനസ്സിലാകാതെ പോകുന്നതാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ വലിയ ഒരു തെറ്റ്. അതുകൊണ്ട് കുടുംബം ഏറ്റവും പവിത്രവും പരിപാവനവുമായ ഒന്നായിരിക്കുമ്പോൾ അതിൽ വസിക്കുന്ന നമ്മൾ ഓരോരുത്തരും പവിത്രതയോടും പരിപാവനമായ ഹൃദയത്തോടും കൂടെ വ്യാപരിക്കുവാനായിട്ട് സാധിക്കണം. അതോടൊപ്പം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ ഇതാണ്. ഒന്ന്, കുടുംബ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ അപ്പനും അമ്മയും മക്കളും അടങ്ങുന്ന നമ്മുടെ കുടുംബ പ്രാർത്ഥന. കുടുംബ പ്രാർത്ഥന ഭംഗിയായി മുന്നോട്ട് പോകുകയാണെങ്കിൽ നമ്മുടെ മക്കൾ നമ്മുടെ കൂടെ ഉണ്ടാകും. സമാധാനവും സന്തോഷവും ഐക്യവുമൊക്കെ നമുക്കുണ്ടാകും. അതിന് ഏറ്റവും ആദ്യം ദൈവാശ്രയബോധം. ദൈവത്തിൻ്റെ മുമ്പിലേക്ക് നമ്മുടെ കുടുംബത്തെ സമർപ്പിച്ച് എന്തു തന്നെ പോരായ്മയായാലും എന്തു തന്നെ ബുദ്ധിമുട്ടിലൂടെ കടന്നു പോവുകയാണെങ്കിലും നമ്മുടെ കുടുംബങ്ങൾ ക്രമപ്പെടുത്തുവാൻ സർവശക്തനായ ദൈവത്തിന് സാധിക്കുമെന്നുള്ള ബോധ്യത്തിലേക്ക് നമുക്ക് കടന്നു വരണം. അത്തരത്തിൽ നമുക്ക് കടന്നു വരുവാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ അനന്തമായ കൃപ നമുക്ക് അവിടുത്തെ മുമ്പിൽ നിന്ന് നമുക്ക് യാചിക്കാം. കുടുംബജീവിതം പവിത്രവും പരിപാവനവുമായതുപോലെ നമ്മുടെ ജീവിതങ്ങളും പവിത്രവും പരിപാവനവുമായി മാറുവാൻ നമുക്ക് സർവശക്തനായ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നമുക്കെല്ലാവർക്കും കണ്ണുകൾ അടയ്ക്കാം. ഒരിക്കൽ കൂടി സങ്കീർത്തനം 127ഉം 128ഉം വായിച്ച് നമ്മുടെ ഈ ധ്യാനചിന്ത നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാം. കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവർക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. അത് രാവിലെ എഴുന്നേൽക്കുന്നതും വളരെ വൈകി കിടക്കാൻ പോകുന്നതും കഠിന പ്രയത്നം ചെയ്ത് ഉപജീവിക്കുന്നതും വ്യർത്ഥമാണ്. തൻ്റെ പ്രിയപ്പെട്ടവർ ഉറങ്ങുമ്പോൾ കർത്താവ് അവർക്ക് വേണ്ടത് നൽകുന്നു. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ. ഉദരബലം ഒരു സമ്മാനം. യൗവനത്തിൽ ജനിക്കുന്ന മക്കൾ യുദ്ധവീരൻ്റെ കയ്യിലെ അസ്ത്രങ്ങൾ പോലെയാണ്. അവ കൊണ്ട് ആവനാഴി നിറയ്ക്കുന്നവൻ ഭാഗ്യവാൻ. നഗരകവാടത്തിൽ വെച്ച് ശത്രുക്കളെ നേരിടുമ്പോൾ അവനെ ലജ്ജിക്കേണ്ടി വരുന്നില്ല. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ബലം നീ അനുഭവിക്കും. നീ സന്തുഷ്ടനായിരിക്കും. നിനക്ക് നന്മ വരും. നിന്റെ ഭാര്യ ഭവനത്തിൽ ബലസമൃദ്ധമായ മുന്തിരി പോലെയായിരിക്കും. നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും. കർത്താവിൻ്റെ ഭക്തൻ ഇപ്രകാരം അനുഗ്രഹീതനാകും. കർത്താവ് സിയോനിൽ നിന്ന് അനുഗ്രഹിക്കട്ടെ. നിന്റെ ആയുഷ്കാലം അത്രയും നീ ജെറുസലേമിൻ്റെ ഐശ്വര്യം കാണും. ഇസ്രയേലിന് സമാധാനമുണ്ടായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കാരുണ്യവാനും സർവശക്തനായ ദൈവമേ, ഈ മണിക്കൂറിൽ കുടുംബത്തെക്കുറിച്ച് ധ്യാനിക്കുകയും കുടുംബജീവിതത്തെ ക്രമപ്പെടുത്തുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് അവിടത്തേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അനന്തമായ കാരുണ്യം ഞങ്ങളുടെ കുടുംബത്തിലേക്ക് എന്നും എപ്പോഴും ചൊരിയണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അവിടുത്തെ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണമേ. അമ്മേ മാതാവേ, അമ്മയുടെ സംരക്ഷണം ഞങ്ങളുടെ കൂടെ ഉണ്ടാകണമേ. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി യേശു അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.